खुदाया कहाँ पे आपका बेटा कहाँ पे है? ജമ്മുകാശ്മീരിൽ വൻ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു. മരണം 25 കടന്നു, 27ലേക്ക് എത്തിയെന്നാണ് ഏറ്റവും ദുഃഖകരമായ വിവരം ഇപ്പോൾ പുറത്തുവരുന്നത്. വിനോദസഞ്ചാരത്തിനായി എത്തിയ നിരവധി ആളുകളാണ് ഭീകരരുടെ തോക്കിനിരയായത് എന്നുള്ളതാണ്. ജമ്മുകാശ്മീരിലെ പഹൽഗാമിലെ ബൈസരൻ എന്ന പ്രദേശം വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഇത്. രാജസ്ഥാന്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ് ഇത്തരത്തിൽ വിനോദസഞ്ചാരികളാണ് ഇത്തരത്തിൽ കൊല ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഘട്ടത്തിൽ വരുന്നത്. കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കുറ്റവാളികൾ കഠിനമായ തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വീഡിയോ കോൺഫറൻസിംഗിലൂടെ അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. എല്ലാ ഏജൻസികളുടെയും അടിയന്തര സുരക്ഷാ അവലോകന യോഗം ഉടൻ നടക്കും എന്നുള്ള പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നുണ്ട്. അമിത്ഷാ ഇപ്പോൾ ശ്രീനഗറിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ലഷ്കർ തൈബ അനുകൂല സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭീകര സംഘടന ഏറ്റെടുത്തു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ്, അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് നമുക്കറിയാം പാകിസ്ഥാനിലെ സൈനിക മേധാവി 16 ഏപ്രിലാണ് പാകിസ്ഥാനിലെ സൈനിക മേധാവി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയത് അദ്ദേഹം പറഞ്ഞത് അതായത് പാകിസ്ഥാൻ കശ്മീർ ഈസ് ഔർ ജുഗുലർ വെയിൻ, അതായത് കാശ്മീർ ഞങ്ങളുടെ നാഡിയുടെ ഭാഗമാണ് എന്ന് പറയുന്നു. ആർമി ചീഫ് ആസിഫ് മുനീറാണ് പറയുന്നത്. കശ്മീരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഞങ്ങൾ നിർത്തിയിട്ടില്ല, അത് നമ്മളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുമെന്ന് പറഞ്ഞത് പാകിസ്ഥാൻ്റെ ആർമി ചീഫ് കൂടെ ആസിഫ് മുനീറാണ്. ആ പ്രസ്താവന ഇന്ത്യക്ക് വലിയ പ്രതിഷേധമുണ്ടാക്കിയ ഒരു പ്രസ്താവനയായിരുന്നു. അത് പറഞ്ഞ് ഏതാനും ഒരു 5-6 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇത്ര വലിയ ഭീകരാക്രമണം ഉണ്ടായത്. പാക് ബന്ധം ഇതിനകം തന്നെ സംശയിച്ചു കഴിഞ്ഞു കേന്ദ്ര സർക്കാർ എന്ന വിവരം കൂടി ഇക്കടത്തിൽ പുറത്തു വരുന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വെക്കണം. ഏതായാലും ദാരുണമായ സംഭവം, 27 മരണം സ്ഥിരീകരിക്കപ്പെട്ട പശ്ചാത്തലം ഏറെ നിർണായകമാണ്. ശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനകം വ്യക്തമാക്കിയ സാഹചര്യം കൂടി മനസ്സിലാക്കണം. ആദ്യം ഒരു ടെറർ അറ്റാക്കാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ടെറർ അറ്റാക്ക് എന്ന രീതിയിലെ കാര്യങ്ങൾ എത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. അനന്തനാഗ് ജില്ലയിലാണ്, കശ്മീരിലെ അനന്തനാഗ് ജില്ലയിലെ പഹൽഗാമിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ്. മരണസംഖ്യ ഉയരുന്നു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കിരൺ ബാബു ഉണ്ട്. കിരണ്, ഏറെക്കാലമായി സമാധാനമായിരുന്നു കശ്മീരിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത്തരത്തിലൊരു ആസൂത്രണം, അത് കുറേ കാലമായി കാലേക്കൂട്ടിയുള്ള ആസൂത്രണത്തിൻ്റെ ഭാഗമായി തന്നെ സംഭവിച്ച ഒരു ഭീകരാക്രമണമായി തന്നെ കരുതാമല്ലേ? രഞ്ജിത്തെ, അതുതന്നെയാണ്. സമാധാനപൂർവ്വമായി കശ്മീർ മുന്നോട്ട് പോവുകയായിരുന്നു. പ്രധാനമായും കശ്മീരിലെ ജനവാസ മേഖലകളിലും അതോടൊപ്പം തന്നെ ടൂറിസ്റ്റ് സ്പോട്ടുകളിലുമെല്ലാം തന്നെ ഈ സമാധാനം നിലനിർത്തുന്നു. ഇതിനിടയിലൊക്കെ ചില ഭീകരാക്രമണങ്ങളും ഒക്കെ ഉണ്ടായെങ്കിൽ പോലും അത് ഇത്തരം മേഖലകളിലൊന്നും ആയിരുന്നില്ല. അത് പട്ടാളക്കാരുമായി നേരിട്ടുള്ള ചില ആക്രമണങ്ങൾ മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ടൂറിസം മേഖലയിലൊക്കെ വലിയ സമാധാനമുണ്ടായിരുന്നു. അവിടേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളും വിദേശികളുമൊക്കെ തിരിച്ച് കശ്മീരിലേക്ക് ഒരു ടൂറിസം സ്പോട്ടായി തന്നെ മാറുകയും അവിടേക്ക് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലൊക്കെ വലിയ വർധനവുണ്ടായിരുന്നു. അങ്ങനെ ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്കും കശ്മീരിലെ ജനതയുടെ ജീവിതത്തിൽ മെച്ചപ്പെടുന്ന രീതിയിലേക്ക്, സാമ്പത്തികമായി അടക്കം മെച്ചപ്പെടുന്ന രീതിയിലേക്ക് അവിടെ ടൂറിസ്റ്റുകളുടെ എണ്ണമൊക്കെ കൂടുന്ന ഒരു അവസ്ഥയായിരുന്നു. അവിടേക്കാണിപ്പോൾ അവരുടെ ജീവിതത്തിൽ തന്നെ ഇടുത്തി വീണതുപോലെ ഇപ്പോൾ ഈ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. സമീപകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ഭീകരാക്രമണങ്ങളിൽ വലിയ ശക്തമായ ഒരു ഭീകരാക്രമണമാണ് ഇതെന്നുകൂടി മരണസംഖ്യയുടെ എണ്ണം കണക്കാക്കുമ്പോൾ പറയേണ്ടി വരും. 27 പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ 2 വിദേശികൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായും വിദേശ രാജ്യങ്ങൾ, കാശ്മീരിനെയും ഇന്ത്യയും ഒക്കെ വിദേശ രാജ്യങ്ങളിലടക്കം ഈ വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കാനൊക്കെ സാധ്യതയുള്ള ഒന്നുകൂടിയാണ്. അവിടത്തേക്ക് സാധാരണക്കാരായ മനുഷ്യരുടെ നേരെയാണ് നിറയൊഴിച്ചത് എന്നതുകൂടി ആലോചിക്കണം. ഈ ഭീകരർ എപ്പോഴും അവർ ദുർബലമായിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ ശക്തി തെളിയിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവർ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് എപ്പോഴും ആൾക്കൂട്ടത്തിന് നേരെ നിറയൊഴിക്കുക എന്നുള്ളതാണ്. കാരണം ഏറ്റവും നിരായുധരായ മനുഷ്യർക്ക് നേരെ നിറയൊഴിക്കുക എന്നുള്ളത് താരതമ്യേന കുറഞ്ഞ ഇന്റലിജൻസ് ആവശ്യമായ ഒരു പ്രവൃത്തിയാണ്. അവർ ഏതെങ്കിലും തരത്തിൽ
പ്രതിരോധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ നേരെ നിറയൊഴിക്കൽ എളുപ്പവുമാണ്. കുറച്ച് തീവ്രവാദികളുണ്ടെങ്കിൽ തന്നെ അവർക്ക് തോക്കോ അല്ലെങ്കിൽ മറ്റ് ബോംബോ ആയുധങ്ങളോ ഉണ്ടെങ്കിൽ കൂടുതൽ പേരെയൊക്കെ കൊലപ്പെടുത്താൻ കഴിയുക സാധാരണക്കാരായ ജനങ്ങളാണ്. ഇങ്ങനെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെയാണ് ഇത്തവണയും അവിടെ നിറയൊഴിച്ചിരിക്കുന്നത്. അവിടത്തേക്ക് എത്തിയ ഇതൊരു ട്രക്കിംഗ് പോയിന്റാണ്. ഈ ട്രക്കിംഗ് പോയിന്റിലേക്ക് ബസ്സിലോ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളിലോ കാറിലോ ട്രക്കിലോ ഒന്നും എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയല്ല ഇത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തേക്ക് നടന്നോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ കോവർ കഴുതപ്പുറത്തൊക്കെയാണ് സഞ്ചാരികൾ എത്തുന്നത്. ബൈസരൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അതിമനോഹരമായ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ട്രക്കിംഗ് പോയിന്റുകളിൽ ഒന്നുകൂടിയാണ്. അത് ഒരു മോഡറേറ്റ് ട്രക്കിംഗ് പോയിന്റ് കൂടിയാണ്. കാരണം അങ്ങനെ അത്യധ്വാനമില്ലാതെ തന്നെ സാധാരണഗതിയിലൊക്കെ നടന്നോ അല്ലെങ്കിൽ കുതിരപ്പുറത്തൊക്കെ എത്താൻ കഴിയുന്ന ഒരു ട്രക്കിംഗ് പോയിന്റാണ്. ഇത്തരം മോഡറേറ്റ് മൈൽഡ് ട്രക്കിംഗ് പോയിന്റുകളിലാണ് കൂടുതൽ സഞ്ചാരികളൊക്കെ എത്തുന്നത്. അങ്ങനത്തെ ഒരു പോയിന്റിലാണ് അത്. ഒരു പൂർണ്ണമായും മലകളാൽ ചുറ്റപ്പെട്ട മരങ്ങളാൽ നിറഞ്ഞ കാടൊക്കെ നിറഞ്ഞ ഒരു താഴ്വര അത്തരമൊരു പ്രദേശം കൂടിയാണ്. അവിടേക്ക് ഈ കുതിരപ്പുറത്തോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നടന്നോ അല്ലാതെ എത്തിച്ചേരാൻ കഴിയുകയില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാട്ടിലൊക്കെ സ്വാഭാവികമായും ഭീകരവാദികൾക്ക് ഈ ഭീകരർക്ക് ഒളിച്ചിരിക്കാനൊക്കെയുള്ള സൗകര്യമൊക്കെ കൂടുതൽ ആണ് എന്ന പ്രത്യേകതയുണ്ട്. എന്തായാലും അവിടെ ഇങ്ങനെ ഒരു വലിയ ഭീകരാക്രമണം നടന്നിരിക്കുന്നു. 27 പേരുടെ മരണം ഇപ്പോൾ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനിയും കുറേ പേർ കൂടി പരിക്കേറ്റ് കഴിയുന്നുണ്ട്. അവരുടെയൊക്കെ ജീവൻ രക്ഷിക്കാനുള്ള തീവ്രമായ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സേനയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത് പ്രധാനമായും ആദ്യത്തെ ഘട്ടത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അവിടുന്ന് ആളുകളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അവിടെയുള്ള പരിക്കേറ്റവരെയും അല്ലാതെ അവിടെ ഉള്ളവരെയും എല്ലാം തന്നെ ആ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വ്യാപകമായ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യൻ സേനയെ സംബന്ധിച്ച് ഇത് അഭിമാന പ്രശ്നം കൂടിയാണ്. ഏത് വിധേനയും ഈ ഭീകരരെ പിടികൂടുക എന്നുള്ളത്. അതിനുവേണ്ടി ഇവിടെ നിന്ന് ഏതെല്ലാം വഴിയിലൂടെയാണോ പുറത്തേക്ക് പോകാൻ രക്ഷപ്പെടാനുള്ള വഴികൾ, ഈ വഴികളെല്ലാം ഏകദേശം പൂർണ്ണമായും തന്നെ സേന അടച്ചിട്ടുണ്ട്. വലിയ തോതിലേക്കാണ് സേനാ വിന്യാസം ഈ പ്രദേശത്തേക്ക് വന്നിട്ടുള്ളത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ അല്പസമയത്തിനുള്ളിൽ പൽഗാമിൽ എത്തിച്ചേരും. ഇത് ഈ വിഷയത്തിൽ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ഇന്ത്യ ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്നതുകൂടിയാണ് വ്യക്തമാക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ എത്തിച്ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അടക്കം സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് ഈ ഏത് തരത്തിൽ വേണം ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ എന്നതിനെ തന്നെ മുന്നിൽ നിന്ന് തന്നെ വിലയിരുത്തൽ നടത്തിക്കൊണ്ട് ആഭ്യന്തരമന്ത്രി പൽഗാമിൽ എത്തിച്ചേരുന്നുണ്ട്. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി അല്പസമയത്തുള്ളിൽ തന്നെ പൽഗാമിൽ അദ്ദേഹവും എത്തിച്ചേരും. അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ എന്തായാലും ആ തരത്തിലേക്കുള്ള ഒരു ഇന്ത്യൻ സേനയുടെ ഭാഗത്തു നിന്നും ആ തരത്തിലേക്കുള്ള ജാഗ്രതയോട് കൂടിയുള്ള ഏത് വിധേനയും ഭീകരരെ പിടികൂടുക, ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്ന ഒരു വലിയ ലക്ഷ്യത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. ആ തരത്തിൽ ഈ പറഞ്ഞ സഞ്ചാരികൾ നിരവധി ദൃശ്യങ്ങൾ, ഭയചകിതരായി നിലവിളിക്കുന്ന നിരവധി സഞ്ചാരികൾ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിനെ രക്ഷിക്കൂ, അദ്ദേഹത്തിനെ ആരെങ്കിലും ആശുപത്രിയിൽ എത്തിക്കൂ എന്ന് ഒരു സ്ത്രീ നിലവിളിക്കുന്ന ദൃശ്യങ്ങളും ഇതിൽ കാണാം. ഞങ്ങൾ സ്നാക്ക് കഴിക്കുന്നതിനിടെ ഒരാൾ കടന്നു വന്ന് എൻ്റെ ഭർത്താവിന് നേരെ വെടിവെച്ചു എന്നാണ് ഈ സ്ത്രീ PTA-യോടും മറ്റും പ്രതികരിച്ചത്. കാരണം ഏറെ സന്തോഷത്തോടു കൂടി അവധി ആഘോഷിച്ചുകൊണ്ടിരുന്ന, ടെന്റുകളിലും മറ്റുമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന, കുതിരസവാരിയും മറ്റും ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം സാധാരണക്കാരായ നിസ്സഹായരായ സാധാരണക്കാരായ ആളുകൾക്ക് നേരെയാണ് ഈ ഭീകരർ വെടിയുതിർത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താഴ്വരയിലാകെ अरे मैडम, ये प्रेसिडेंट साथ आया है, आपको किसी चीज का डरने का नहीं, हम साथ में। आपको किसी को क्या हुआ है? आपने क्या देखा है? हम आ रहे हैं, आप टेंशन, कोई बात नहीं, हम हैं, हम आ रहे हैं, आप टेंशन मत लो मैडम, हम आ रहे हैं। मैंने खुदाया, कहाँ पे आपका बेटा, कहाँ पे है? कोई बात नहीं, हम इनके साथ हैं। ये प्रेसिडेंट है ना, वही साहब, ये यूनियन का प्रेसिडेंट है, ये साथ में, आपको कोई टेंशन नहीं मैडम, आप कोई टेंशन मतलब, हम साथ में। अरे मैडम, ये प्रेसिडेंट साथ आया है, आपको किसी चीज का डरने का नहीं, हम साथ में। आपको किसी को क्या हो? आपने आप बोले ना मुझे, क्या बोलते भेलपुरी खाने से मेरा पति साइड में था, एक इंसान है, उसने उसको गोली मार दी यहाँ पे। उसने बोला कि शायद मुस्लिम नहीं है, उसने उसको गोली मार दी। नहीं, आप टेंशन मत लो, अब बेटा आप यहाँ पे रहो, हम साथ में। मैडम, ये जो भहीर साहब है प्रेसिडेंट, आप टेंशन मत लो, मेरे पति का बच्चा लो, हम बचा देगा, कोई बात नहीं। भैया दब से मन युवा डिजाइन क्या है? ഇത്തരത്തിൽ പരിക്കേറ്റ് നിരവധി പേർ നിലത്ത് കിടക്കുന്നത് കാണാം. സംഭവ ഞെട്ടലിൽ ആകെ ഉലഞ്ഞ ഒരു കൂട്ടം സാധാരണക്കാർ. അതായത് കഴിഞ്ഞ കുറേ നാളുകളായി കശ്മീർ ശാന്തമായിരുന്നു, താഴ്വര ശാന്തമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ടൂറിസം കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന മേഖല കൂടിയാണ് ഈ പ്രദേശം എന്നുകൂടി ചേർത്ത് വെക്കണം. അങ്ങനെ നമ്മളെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന, വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഭീകരാക്രമണമായി ഇത് മാറുകയാണ്. രാഹുൽ ഈശ്വർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. രാഹുൽ,
ഒരിക്കലും പൊറുക്കാനാവില്ല ഈ ആക്രമണത്തെ. കാരണം സമാധാനമായി അവധി ആഘോഷിക്കാനും മറ്റുമെത്തുന്ന നിസ്സഹായരായ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെയാണ് ഈ ഭീരുക്കളായ ഭീകരർ വെടിയുതിർത്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? അയൽ രാജ്യത്തിൽ നിന്നുള്ള സഹായമില്ലാതെ ഇത്തരം ആക്രമണം പ്രതീക്ഷിക്കണോ? ഈ ഭീരുക്കളും തെമ്മാടികളുമായ ഭീകരവാദികളും തീവ്രവാദികളും ലോകത്തിന് തന്നെ അപമാനമാണ്, നമ്മുടെ രാജ്യത്തിന്റെ ശാപമാണ്. ഓർക്കുക, കാശ്മീരിൽ അവരുടെ കുടുംബത്തോടൊപ്പം ഒഴിവുകാലമൊക്കെ ആസ്വദിക്കാൻ ചെന്നവരായിരിക്കും. നമ്മുടെ നാട്ടിലെ സമ്മർ വെക്കേഷൻ ഒക്കെ അല്ലേ 20 or 26 പേരിലധികം മരിച്ചു എന്നാണ് നാഷണൽ മീഡിയ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ബൈസാരൻ വാലി എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ്. പഹൽഗാം തന്നെ ഒരു പ്രധാനപ്പെട്ട സെന്ററാണ്. അത്യധികം അപലപനീയമാണ്. അതിശക്തമായ രീതിയിൽ നടപടിയെടുക്കണം. ഏതെങ്കിലും രീതിയിൽ ഇതിൽ പാകിസ്ഥാന്റെ കൈ ഉണ്ടെങ്കിൽ, മിക്കവാറും പാകിസ്ഥാൻ പലപ്പോഴും ഒരു ടെറർ ഫോറിൻ പോളിസിയായി പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ ആ പാകിസ്ഥാന് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനും അതിശക്തമായ രീതിയിൽ നമ്മൾ നടപടിയും നിലപാടും എടുക്കണം. ഇതിൽ പെട്ടെന്ന് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണം. ലഭ്യമായ വിവരങ്ങൾ പറയുന്നത് പട്ടാളക്കാരുടെ യൂണിഫോമിൽ വന്നിട്ടാണ് വെടിയുതിർത്തതെന്നാണ്. കാമോഫ്ലാഷ് ആണ് അവർ യൂസ് ചെയ്തിരുന്നതാണ്. ഈ പ്രത്യേക സ്ഥലത്തേക്ക് ഹോഴ്സ് വഴിയോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ അല്ലെങ്കിൽ നടന്നോ മാത്രമേ എത്താനൊക്കെ കഴിയൂ. ആ അവസരത്തിൽ ഓടി രക്ഷപ്പെടാൻ പോലും, വണ്ടിയുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടാൻ പോലും സാധിക്കാത്ത രീതിയിൽ ആൾക്കാരെ ഇട്ട് വെടിവെച്ച് കൊല്ലുന്നത് അത്യധികം ഹീനമാണ്. എന്തുതരം മോശം മനസ്ഥിതിയാണ് എന്നുള്ളതാണ്. ചിലർ വളരെ പ്രകോപനപരമായ ചില മുദ്രാവാക്യങ്ങളും ഈ വെടിവെക്കാത്തവരോട് പറഞ്ഞു എന്നൊക്കെ നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ റിപ്പോർട്ടിനനുസരിച്ച് നമുക്കത് പറയാൻ പറ്റൂ. നിങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞേക്ക് ഞങ്ങൾ കൊന്നു തുടങ്ങിയ കാര്യങ്ങൾ. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ലഷ്കർ ഇ തോയ്ബയുടെ അടക്കമുള്ള ആൾക്കാരാണ് ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. അതിശക്തമായ രീതിയിൽ ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ അടിച്ചമർത്തണം, അവരെ ഇല്ലാതാക്കണം. ഇവർ കാശ്മീരിന് വേണ്ടിയല്ല, ഇവർ പലപ്പോഴും അവരുടേതായ തീവ്രവാദ ആശയങ്ങൾക്കും ഭീകരവാദ ആശയങ്ങൾക്കും വേണ്ടിയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, ഇത് കേൾക്കുന്ന എല്ലാവരും ആലോചിക്കണം. പാവപ്പെട്ട കുട്ടിയും ഹസ്ബൻഡും വൈഫും ഒക്കെ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ നിരായുധരായി ഇവരെ വെടിവെച്ചു കൊല്ലുന്നതിന് എന്ത് മഹത്വമാണുള്ളത്? ഈ ആശ്രയമില്ലാതെ ആയുധമില്ലാതെ നിൽക്കുന്നവരെ വെടിവെച്ചു കൊല്ലുന്നതിന് എന്ത് വലിയ യുദ്ധമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് ഈ തീവ്രവാദം ഭീകരവാദം തുടച്ചു നീക്കണം. പാകിസ്ഥാനിൽ സമ്മർദ്ദം ചെലുത്തണം. അതിശക്തമായ നടപടിയും നിലപാടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. എത്രയും പെട്ടെന്ന് തന്നെ. ഞാൻ മനസ്സിലാക്കുന്ന ആഭ്യന്തരമന്ത്രി ഓൾറെഡി കാശ്മീരിലേക്ക് തിരിച്ചു. പ്രധാനമന്ത്രി വിദേശത്ത് ഈ പ്രസംഗം ഒന്ന് കേൾക്കണം. അത് പ്രസംഗിക്കുന്നത് പാകിസ്ഥാന്റെ ആർമി ചീഫായ ആസിഫ് മുനീറാണ്. ആസിഫ് മുനീർ ഏപ്രിൽ 16 ഒരു പ്രസംഗം, അതായത് സംസാരിച്ച ഒരു കാര്യമാണ്. അതിലേക്കൊന്ന് പോയിട്ട് രാഹുലിലേക്ക് വരാം. Our stance, government stance on Kashmir is absolutely clear. It was our jugular vein. It is our jugular vein. We will not forget it. And we will not leave our Kashmiri brethren in their heroic struggle, what they are waging against the Indian occupation. And we have fought free war for Kashmir. To the Muslims of the Gaza also. Every kind of support that has been extended. And it is Pakistan. സഹായമില്ലാതെ ഇത്തരം ആക്രമണം പ്രതീക്ഷിക്കണോ? ഈ ഭീരുക്കളും തെമ്മാടികളുമായ ഭീകരവാദികളും തീവ്രവാദികളും ലോകത്തിന് തന്നെ അപമാനമാണ്, നമ്മുടെ രാജ്യത്തിന്റെ ശാപമാണ്. ഓർക്കുക, കാശ്മീരിൽ അവരുടെ കുടുംബത്തോടൊപ്പം ഒഴിവുകാലമൊക്കെ ആസ്വദിക്കാൻ ചെന്നവരായിരിക്കും. നമ്മുടെ നാട്ടിലെ സമ്മർ വെക്കേഷൻ ഒക്കെ അല്ലേ 20 or 26 പേരിലധികം മരിച്ചു എന്നാണ് നാഷണൽ മീഡിയ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ബൈസാരൻ വാലി എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ്. പഹൽഗാം തന്നെ ഒരു പ്രധാനപ്പെട്ട സെന്ററാണ്. അത്യധികം അപലപനീയമാണ്. അതിശക്തമായ രീതിയിൽ നടപടിയെടുക്കണം. ഏതെങ്കിലും രീതിയിൽ ഇതിൽ പാകിസ്ഥാന്റെ കൈ ഉണ്ടെങ്കിൽ, മിക്കവാറും പാകിസ്ഥാൻ പലപ്പോഴും ഒരു ടെറർ ഫോറിൻ പോളിസിയായി പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ ആ പാകിസ്ഥാന് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനും അതിശക്തമായ രീതിയിൽ നമ്മൾ നടപടിയും നിലപാടും എടുക്കണം. ഇതിൽ പെട്ടെന്ന് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണം. ലഭ്യമായ വിവരങ്ങൾ പറയുന്നത് പട്ടാളക്കാരുടെ യൂണിഫോമിൽ വന്നിട്ടാണ് വെടിയുതിർത്തതെന്നാണ്. കാമോഫ്ലാഷ് ആണ് അവർ യൂസ് ചെയ്തിരുന്നതാണ്. ഈ പ്രത്യേക സ്ഥലത്തേക്ക് ഹോഴ്സ് വഴിയോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ അല്ലെങ്കിൽ നടന്നോ മാത്രമേ എത്താനൊക്കെ കഴിയൂ. ആ അവസരത്തിൽ ഓടി രക്ഷപ്പെടാൻ പോലും, വണ്ടിയുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടാൻ പോലും സാധിക്കാത്ത രീതിയിൽ ആൾക്കാരെ ഇട്ട് വെടിവെച്ച് കൊല്ലുന്നത് അത്യധികം ഹീനമാണ്. എന്തുതരം മോശം മനസ്ഥിതിയാണ് എന്നുള്ളതാണ്. ചിലർ വളരെ പ്രകോപനപരമായ ചില മുദ്രാവാക്യങ്ങളും ഈ വെടിവെക്കാത്തവരോട് പറഞ്ഞു എന്നൊക്കെ നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ റിപ്പോർട്ടിനനുസരിച്ച് നമുക്കത് പറയാൻ പറ്റൂ. നിങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞേക്ക് ഞങ്ങൾ കൊന്നു തുടങ്ങിയ കാര്യങ്ങൾ. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ലഷ്കർ ഇ തോയ്ബയുടെ അടക്കമുള്ള ആൾക്കാരാണ് ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. അതിശക്തമായ രീതിയിൽ ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ അടിച്ചമർത്തണം, അവരെ ഇല്ലാതാക്കണം. ഇവർ കാശ്മീരിന് വേണ്ടിയല്ല, ഇവർ
പലപ്പോഴും അവരുടേതായ തീവ്രവാദ ആശയങ്ങൾക്കും ഭീകരവാദ ആശയങ്ങൾക്കും വേണ്ടിയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, ഇത് കേൾക്കുന്ന എല്ലാവരും ആലോചിക്കണം. പാവപ്പെട്ട കുട്ടിയും ഹസ്ബൻഡും വൈഫും ഒക്കെ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ നിരായുധരായ ഇവരെ വെടിവെച്ചു കൊല്ലുന്നതിന് എന്ത് മഹത്വമാണുള്ളത്? ഈ ആശ്രയമില്ലാതെ ആയുധമില്ലാതെ നിൽക്കുന്നവരെ വെടിവെച്ചു കൊല്ലുന്നതിന് എന്ത് വലിയ യുദ്ധമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് ഈ തീവ്രവാദം ഭീകരവാദം തുടച്ചു നീക്കണം. പാകിസ്ഥാനിൽ സമ്മർദ്ദം ചെലുത്തണം. അതിശക്തമായ നടപടിയും നിലപാടും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ആഭ്യന്തരമന്ത്രി ഓൾറെഡി കാശ്മീരിലേക്ക് തിരിച്ചു. പ്രധാനമന്ത്രി വിദേശത്ത് ഈ പ്രസംഗം ഒന്ന് കേൾക്കണം. അത് പ്രസംഗിക്കുന്നത് പാകിസ്ഥാന്റെ ആർമി ചീഫായ ആസിഫ് മുനീറാണ്. ആസിഫ് മുനീർ ഏപ്രിൽ 16 ഒരു പ്രസംഗം അതായത് സംസാരിച്ച ഒരു കാര്യമാണ്. അതിലേക്കൊന്ന് പോയിട്ട് രാഹുലിലേക്ക് വരാം. Our stance, government stance on Kashmir is absolutely clear. It was our jugular vein. It is our jugular vein. We will not forget it. And we will not leave our Kashmiri brethren in their heroic struggle, what they are waging against the Indian occupation. And we have fought free war for Kashmir. To the Muslims of the Gaza also. Every kind of support that has been extended. And it is Pakistan. പാകിസ്ഥാന്റെ ആർമി ചീഫ് ആസിഫ് മുനീറിന്റെ വാക്കുകളാണ് കേട്ടത്. പാകിസ്ഥാന് കശ്മീരിലുള്ള താല്പര്യം ഇതുവരെ മാറിയിട്ടില്ല, തങ്ങളുടെ ഭാഗമാണ് എന്ന് പറയുന്നു ശ്രീ രാഹുൽ ഈശ്വർ. ഇതാണ് പാകിസ്ഥാന്റെ ആർമി ചീഫിന്റെ പ്രതികരണമാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ സമാധാനപരമായ നമ്മുടെ ജീവിതത്തെ തകർക്കാൻ, നമ്മളെ ഇല്ലാതാക്കാൻ, നമ്മുടെ സമാധാനം കെടുത്താൻ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കും ആ ഭീരുത്വമാർന്ന ആ അയൽ രാജ്യം. ഒരൊറ്റ ആക്രമണം അത് തീർക്കാൻ അതവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അങ്ങ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇത് കള്ളവുമാണ്. പാകിസ്ഥാന്റെ ജഗുലർ വെയിൻ ആണ് കാശ്മീർ. അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യയും പാകിസ്ഥാൻ പ്പെട്ടപ്പോ കാശ്മീർ ഇന്ത്യയോട് ചേരാനാണ് ആഗ്രഹിച്ചത്. രാജാ ഹരിസിംഗ് അടക്കം ആദ്യം അദ്ദേഹം ന്യൂട്രലായി നിൽക്കാൻ ആഗ്രഹിച്ചു. പിന്നീട് ഈ ട്രൈബൽ റൈഡേഴ്സ് അടക്കം വന്നപ്പോ, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ തീവ്ര സുരക്കാർ അവിടേക്ക് ഇൻവേഷന് വിട്ടപ്പോ ഹരിസിംഗ് ഇങ്ങോട്ടാണ് ചേർന്നത്. അപ്പോ ഇത് പാകിസ്ഥാന്റെ ഏത് കാലത്താണ് കാശ്മീർ ജഗുലർ വെയിൻ ആകുന്നത്? ഈ പച്ചക്കള്ളം പറഞ്ഞ് പാകിസ്ഥാനിലെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ISIയും അവരുടെ ആർമിയും എപ്പോഴും ഇന്ത്യൻ ശത്രുത നിലനിർത്തി പാകിസ്ഥാനിലെ മണ്ണിലെ ഭരിക്കാനാണ് നോക്കുന്നത്. അവിടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകേണ്ടത്. പാകിസ്ഥാന്റെ എത്രയോ ഇരട്ടിയുണ്ട് ഇന്ത്യ. നമുക്കൊരിക്കലും ഇവിടെ പട്ടാള ഭരണം വന്നിട്ടില്ല. പക്ഷെ പാകിസ്ഥാന്റെ ചരിത്രത്തിൽ കൂടുതൽ സമയവും പട്ടാള ഭരണമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടാ? എപ്പോഴും ഇന്ത്യയോടൊരു സ്പർദ്ധ അവർക്ക് വേണം, യുദ്ധം അവർക്ക് വേണം. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും ഒരു പട്ടാളമുണ്ട്, പക്ഷെ പാകിസ്ഥാനിൽ പട്ടാളത്തിനൊരു രാജ്യമുണ്ട്. നമുക്ക് അവരുടെ സൈക്കോളജി മനസ്സിലാകണം. എവരി നേഷൻ ഹാസ് എ ആർമി, ബട്ട് ഇൻ പാകിസ്ഥാൻ ആർമി ഹാസ് എ നേഷൻ. പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ പട്ടാളത്തിനാണ് ഒരു രാജ്യമുള്ളത് എന്ന്, രാജ്യത്തിന് പട്ടാളമല്ല. അപ്പോ ഇന്ത്യയോട് എന്നും ഒരു ലോ ടെൻഷനിൽ ഇതേപോലെ തീവ്രവാദി ആക്രമണങ്ങൾ നടത്തി സ്പർദ്ധയിട്ട് പാകിസ്ഥാനിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൺട്രോൾ ചെയ്യാൻ ഉള്ള ISIയുടെ പാകിസ്ഥാനി ആർമിയുടെ അടക്കമുള്ള നീക്കമാണ്. ഇമ്രാൻഖാൻ അടക്കം ആദ്യം വളർന്നു വന്നത് ഇവരുടെ തണലിലാണ്. പക്ഷെ ഇമ്രാൻഖാൻ ഇവരോട് തെറ്റുമ്പോ, ഇവരുടെ തീവ്രവാദ നയത്തോട് തെറ്റുമ്പോ ഇമ്രാൻഖാനെ പോലും പുറത്താക്കുകയും ജയിലിലാക്കുകയും ചെയ്യുകയാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ബാധിച്ചതാണ് ഈ ക്യാൻസർ. അത് ഇന്ത്യയെയും പാകിസ്ഥാനെയും ലോകത്തെയും തന്നെ ബാധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പാകിസ്ഥാന് ഇതിന് രണ്ട് രീതിയിൽ, ഒന്ന് തീവ്രവാദികൾക്ക്, ഈ എല്ലാ തീവ്രവാദികളെയും പറഞ്ഞ് നന്നാക്കാനൊന്നും പറ്റില്ല. തീവ്രവാദികൾക്ക് ശക്തമായ ഭാഷയിൽ, അന്താരാഷ്ട്ര തലത്തിൽ ഡിപ്ലോമാറ്റിക് ഭാഷയിൽ ഈ രീതിയിൽ നമ്മൾ പ്രതികരിക്കണം. നമ്മുടെ മുംബൈ അറ്റാക്ക് നമ്മൾ കണ്ടതല്ലേ? ആ മുംബൈ അറ്റാക്കിലടക്കം പാകിസ്ഥാനിലെ 19-20 വയസ്സുള്ള പിള്ളേരെ AK-47 മറ്റും കൊടുത്ത് ഇന്ത്യയുടെ മണ്ണിലേക്ക് ലാഹോറിൽ ഇരുന്ന് ഹാൻഡിലേഴ്സ് വിടുന്നത് ഈ രാജ്യത്ത് അപകടം ഉണ്ടാക്കാനാണ്. അജ്മൽ അമീർ കസബ് വെടിവെച്ചപ്പോൾ മരിച്ചവൻ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒന്നും അല്ലല്ലോ, ഈ നാട്ടിലെ സാധാരണക്കാരായ ഇന്ത്യക്കാരനാണ് മരിച്ചത്. അപ്പൊ ആ അർത്ഥത്തിൽ തീവ്രവാദം ആപത്താണ്, അപകടമാണ്, ലോകത്തെ നശിപ്പിക്കുന്നതാണ്, ഇന്ത്യയെ നശിപ്പിക്കുന്നതാണ്, പാകിസ്ഥാനെയും ഉള്ളിൽ ബാധിക്കുന്ന ഒരു ക്യാൻസർ ആണ്. ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ നടപടി എടുക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ പ്രധാനമന്ത്രി അമിത്ഷായുമായി സംസാരിച്ചു കഴിഞ്ഞു. അമിത്ഷാ ഇപ്പോൾ കശ്മീരിലേക്ക് എത്തിച്ചേർന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. ഈ കാണുന്ന ദൃശ്യങ്ങൾ അവിടെ രാത്രിയിലുണ്ടായ പ്രതിഷേധ പ്രകടനമാണ് ഭീകരാക്രമണത്തിനെതിരെ. പ്രദേശവാസികൾ ആ ദൃശ്യങ്ങളിലേക്ക്. റിട്ടയർഡ് കേണൽ ശ്രീ RK നായർ ടെലിഫോണിലുണ്ട്. RK നായർ, സമാധാനം കാക്ഷിച്ചിരുന്ന ഒരു ജനതയ്ക്ക് സമാധാനം തിരികെ നൽകി സർക്കാർ.
ഇപ്പോൾ ആ സമാധാനം കളയാനായി ഒരു കൂട്ടം ഭീരുക്കളായ ഭീകരർ അവിടെ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ കാശ്മീരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ വലിയ ജാഗ്രതയോടെ നമ്മളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്ന ഒരു സംസ്ഥാനത്തെ തകർക്കാനുള്ള ശ്രമം അത് വിലപ്പോകുമോ? കേണൽ ആർ കെ നായർ നമ്മോടൊപ്പം ചേരും അല്പസമയത്തിനകം. ഈ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധ. രാഹുല്, അവർ സമാധാനകാംക്ഷികളാണ്. കാരണം ദീർഘകാലമായി ഭീകരാക്രമണത്തിന് ഇരകളാണ്. സമാധാനം വന്നപ്പോൾ അവിടെ ടൂറിസം വളർന്നു, വികസനം വന്നു, ജനങ്ങൾക്ക് ജീവിതമുണ്ടായി, കുട്ടികൾ സമാധാനമായി സ്കൂളിലേക്ക് പോയി തുടങ്ങി, ആ സംസ്ഥാനം എന്ന പദവിക്ക് ഒരു അർത്ഥമുണ്ടായി. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തതാണ്. പക്ഷേ വീണ്ടും അതിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ. എങ്ങനെ കാണണം ഇതിനെ? രണ്ട് കാര്യങ്ങളും കൂടെ. ഇപ്പൊ ഈ കാശ്മീരിനെ, ജമ്മു കാശ്മീരിനെ സ്റ്റേറ്റ് മാറ്റിയതോ മാറ്റാതിരിക്കുന്നതോ നമുക്ക് രണ്ട് തട്ടിൽ നിന്ന് തർക്കിക്കാം. പക്ഷെ ഒരു വിഷയം ഇത് കേൾക്കുന്ന ആരും മറക്കരുത്. കാശ്മീർ നമ്മുടെയാണ്, കാശ്മീരികളും നമ്മുടെയാണ്. കാശ്മീർ ഹമാരാ ഹൈ, കാശ്മീരീസ് ബി ഹമാരാ ഹൈ എന്ന നിലപാട് നമ്മൾ സ്വീകരിക്കുകയും കാശ്മീരിന് ഒരുപാട് ഫണ്ട് അടക്കം ഇന്ത്യ ഗവൺമെന്റ്, കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ചെലവഴിക്കുന്നുണ്ട്. അതോടൊപ്പം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ ബാക്കി എല്ലാം മാറ്റിവെക്കാം, രാഷ്ട്രീയമായി തർക്കിക്കാം. കാശ്മീരിലെ സാധാരണ ജനങ്ങളുടെ ജീവൻ മെച്ചപ്പെടുത്താൻ, ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ബിയോണ്ട് പൊളിറ്റിക്സ് BJPയും കോൺഗ്രസും മാറ്റിവെച്ചാൽ കഴിഞ്ഞ 10-15 വർഷത്തിൽ ഒരുപാട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സാറിന്റെ ചോദ്യം കേട്ടിരുന്നോ? സമാധാനപൂർണമായി ജീവിച്ചിരുന്ന ഒരു ജനത, അത് അവർ അത് ആഗ്രഹിച്ചിരുന്നു, അത് അവർക്ക് നൽകി. ശ്രീ ആർ ജി നായർ, കേൾക്കാമോ എന്റെ ചോദ്യം? വ്യക്തമായിട്ട് കേൾക്കാം സാർ. ഇത് സാർ അറിഞ്ഞിരുന്നോ? വലിയൊരു ഭീകരാക്രമണത്തിന്റെ നിഴലിലാണ് ഇപ്പോൾ വളരെ വലിയ കശ്മീരുള്ളത്. 12 പേര് ചത്തു, അത്രേ ഉള്ളൂ. പറയൂ, ബാക്കി പറയും. 27 സാർ മരണം. അതെ, ആയി. പറയും. 27 എന്ത് കഷ്ടമാണ്. കാരണം സമാധാനം തിരികെ വന്നൊരു സംസ്ഥാനമാണ്. ഞാൻ പറയട്ടോ, കുറെ നാളായിട്ട് അവിടെ ശാന്തി ഉണ്ടായിരുന്നു കാശ്മീരിൽ. ആ ശാന്തിക്ക് ഒരു ഭംഗം വരുത്താൻ വേണ്ടി പാകിസ്ഥാൻ ISയുടെ ഒരു കളി കളിച്ചു, അത്രേ ഉള്ളൂ. പറയൂ, ബാക്കി പറയും. അല്ല, അത് എന്താണ് സാർ? അങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് അവരെ ഇതുവരെ ഒരുപാട് നാളായിട്ട് ഇന്ത്യ ബാലൻസ് ആൻഡ് ദേ വർ അഫ്രൈഡ് ഓഫ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് ആസ് വെൽ. നമ്മുടെ എല്ലാ പരിപാടികളും വളരെ പഴുതടച്ചുള്ളതായിരുന്നു. അത് ഭേദിച്ചുകൊണ്ട് ഒരു വലിയൊരു ഇവന്റ് ഉണ്ടാക്കി ഒരു വലിയൊരു സംഭവമാക്കി മാറ്റാനായിട്ട് അവർ ചെയ്ത പരിപാടിയാണ്. പഹൽഗാമില് ടൂറിസ്റ്റ് പോകുന്ന ടൈമാണിത്. അത് നോക്കി തെരഞ്ഞെടുത്ത് അവിടെ പോയി അവർ ചെയ്തു. ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഇരട്ടിയായിട്ട് പാകിസ്ഥാനകത്ത് ചെയ്യാൻ കഴിയും. അതായത് നമ്മുടെ ഈ ശത്രുരാജ്യത്തിന്റെ സഹായമില്ലാതെ ഇത്രയും ധൈര്യം വരില്ലല്ലോ ഭീകരർക്ക്. അങ്ങനെ ഞാൻ പറയത്തില്ല, അത് പറയാൻ എനിക്ക് അത് ശരിയല്ല പറയുന്നത്. കാരണം കാശ്മീർ പഴയ കാശ്മീർ അല്ല. കുറെ നാളായിട്ട് ശാന്തി നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട്, ഡെവലപ്മെന്റ് ഓറിയന്റഡ് സ്റ്റേറ്റ് ആയിട്ട് BJP ഈ സ്റ്റേറ്റിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഭംഗം വരുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. നമുക്ക് ഇനിയും ചെയ്യാനാകുന്നത്, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ട്. ഇവരെ കണ്ടുപിടിക്കണം. ആ പ്രദേശം വളഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതൊരു പ്രോസസ്സാണ്, അത് കണ്ടിന്യൂ ചെയ്യും. പിടിക്കേണ്ടവരെ പിടിക്കും. പക്ഷെ അതിന്റെ സ്ട്രാറ്റജിക് റീസൺ എന്ന് പറഞ്ഞത് കാശ്മീരിന്റെ ഡെവലപ്മെന്റിനെ തടയുക, കാശ്മീരിലെ ശാന്തിയിൽ അശാന്തി കൊണ്ടുവരിക, അതിനു വേണ്ടിയിട്ട് ഒരു പരിപാടി ആസൂത്രണം ചെയ്തതാണിത്. അത് സാറ്, ഞാൻ മനസ്സിലാക്കുന്നത് സാർ ആ മേഖലയിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ കൂടിയാണ്, നേരിട്ട് അത്ര അനുഭവങ്ങൾ ഉള്ള ആളാണ്. എന്റെ റെജിമെന്റ് ആസ് എ കമാൻഡിംഗ് ഓഫീസർ ഐ കമാൻഡഡ് ഞാൻ കമാൻഡ് ചെയ്ത റെജിമെന്റ് കാശ്മീർ ഗുരുദാസ്പൂർ മുതൽ പുഞ്ച് വരെ ആയിരുന്നു എന്റെ റെസ്പോൺസിബിലിറ്റി. അവിടെയൊക്കെ ഇത്തരം ആക്രമണങ്ങൾ പതിവുണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. സാറൊക്കെ ജോലി സമയത്ത് ഒരു പക്ഷേ മടങ്ങായിരുന്നു. അതൊക്കെ എങ്ങനെയാണ് അതൊക്കെ അനുഭവമൊക്കെ ഓർത്തെടുക്കുന്നത്? കാരണം അന്ന് നമുക്കറിയാം കൃത്യമായ ആരുടെ പങ്കാളിത്തമാണ് എന്നുള്ളത്. അന്ന് തന്നെ അത് കാര്യമായി അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഞാനൊരു പീരങ്കി യൂണിറ്റിന്റെ കമാൻഡിംഗ് ഓഫീസറായിരുന്നു. ഇൻഫൻട്രി അല്ല, പക്ഷെ എന്നാലും അവരുമായിട്ട് വളരെ വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു. അതിലെല്ലാം എനിക്ക് അറിവുണ്ട്. എന്റെ കണ്ണുകൊണ്ട് ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഇൻവോൾവ് ആയിട്ട് ഒരുപാട് ഓപ്പറേഷൻസ് നടന്നിട്ടുണ്ട്. അതുപോലെ ഒന്നും നടക്കുന്നില്ല. ഇപ്പൊ അവിടെ ശാന്തിയാണുള്ളത്, സമാധാനമാണുള്ളത്. അതിന് ഭംഗം വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം നടത്തിയത്. ബാങ്ക് എന്ന് പറഞ്ഞ 12 പേരെ കൊന്നു. 12 പേരല്ലേ മരിച്ചുള്ളൂ. അതിന് റോഡ് ആക്സിഡന്റിൽ എത്ര പേര് മരിക്കണം ഒരു ദിവസം? ഒരു
ശരി സാർ, നന്ദി. ശ്രീ കേണൽ RG നായരാണ് സംസാരിച്ചത്. രാഹുൽ, എന്തായാലും നമുക്ക് നേരത്തെ രാഹുൽ പറഞ്ഞു വന്ന നമ്മുടെ കർണാടക സ്വദേശിയും ഈ ടൂറിസ്റ്റായി അവിടെ പോയ ആളാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന ദുഃഖകരമായ വാർത്ത കൂടിയുണ്ട്. അദ്ദേഹവും ഭാര്യ പല്ലവിയും കൂടിയാണ് അവിടേക്ക് പോയത്. അതിനു മുൻപ് അവിടെ ചെന്ന് കഴിഞ്ഞ് കശ്മീരിലെ മനോഹരമായ അനുഭവത്തെക്കുറിച്ച് മഞ്ജുനാഥ് സംസാരിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം മരണത്തിന് മുൻപ് അതൊന്ന് കാണാം. मैं मंजुनाथ शिवमोगा कर्नाटक से। हम इंडियन ट्रैवल स्टोर्स में बुक करके कश्मीर प्रवास में आए हैं। अब हमारा कश्मीर ट्रिप का दूसरा दिन है। कल हम बोट हाउस में ठहरे थे। बोट हाउस तो बहुत अच्छा था। अब हम शिकारा राइड कर रहे हैं। शिकारा राइड कर रहे हैं कश्मीर में। शिकारा राइड करवा रहे हैं मोहम्मद रफीक जी, और हमारा सब टूर ऑर्गेनाइज किया है काजल ठाकुर जी, इंडियन ट्रैवल स्टोर से। बहुत अच्छा लगा, बहुत अच्छा सर्विस, धन्यवाद, थैंक यू। थैंक यू काजल मैम। Ma'am, are you and your son okay, ma'am? I mean, are you hurt? പല്ലവി മാഡവുമായി ഞങ്ങളുടെ പ്രതിനിധി സംസാരിച്ചു. We are absolutely all right, but we have lost our husband in front of our eyes. What exactly did the attackers say to you, ma'am, during the entire attack? Did they threaten anything? Did they offer a chance for you and your son to escape or anything? No, they didn't. अगर वो हमें मारना चाहते तो हम वो मार सकते थे, क्योंकि मेरे पति उन्होंने दूर से मेरे पति को मारा पहले। ओके। शूटिंग दूर से हुआ। ओके। जब मैं मेरे पति के मैं और मेरे when my and my son came near our husband, he was already no more. Okay. So that terrorist, he was handling a big, he was taking a big gun, and he was near to us. So I shouted at him, "You have killed my husband, so you please kill me also." Even my son also said, "एक कुत्ते मेरे पापा को मारना, हमें भी मार दो." So he said, "No, tell to Modi." He said like that, and he went away. Oh. Okay. Mom, if he would wanted to kill us, he would have killed, but he didn't kill us. Okay. Actually, according to me, they have targeted only male, because no female have hurt. Okay. But if they have hurt accidentally, but mainly they have targeted men. Oh, okay. Ma'am, were any other family members with you? Who have you actually come with to Kashmir, ma'am? Sorry? Who else have you come to Kashmir with, ma'am, apart from your husband? Only 3 of us. Okay. My husband, me, myself, and my son. After enough, sir, yes, sir. Ma'am, I just wanted to see what are the preparations to come back home, ma'am. Is the district administration in touch with you? Yes, they are helping, and as I'm from Karnataka, Shivamoga, कर्नाटक के MP राघवेंद्र सर ने हमें फोन किया था, और बैंगलोर के MP तेजस्वी सूर्या सर यहाँ आ रहे हैं, कल मुझे मीट करेंगे। सब लोग मुझे हेल्प पर है। स्टेट गवर्नमेंट मेरे हेल्प कर रहा है, और यहाँ के लोग भी हेल्प कर रहे हैं। ओके। सेंट्रल गवर्नमेंट का मुझे पता नहीं, लेकिन मुझे तो कॉल आया मेरे गांव से। ओके।